എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ അടുക്കളയിൽ നിന്നാണ്. രാവിലെ എണീറ്റ ഉടനെ നേരെ അടുക്കളയിൽ പോയി ജോലി. എല്ലാവരും അങ്ങനെ തന്നെ ആണല്ലോ. പിന്നെ ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ചേട്ടനാണ് സഹായിക്കുന്നത്. വന്ന് തേങ്ങ ചിരട്ടുക, തുണി അലക്കുക, അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് എന്നെ സഹായിക്കുന്നുണ്ട്. രാവിലെ ആണെങ്കിൽ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയായിരുന്നു. പിന്നെ മൂക്കര് ചോറുണ്ണാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു മുട്ട വറുത്തതും വെച്ചു. പിന്നെ ആണെങ്കിൽ അവളെ ഒരുക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതാണ് ഏറ്റവും വലിയ പണി. ഒരിക്കലൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഒരുക്കി കഴിഞ്ഞാൽ തന്നെത്താനെ, നേരത്തെ നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കണമായിരുന്നു. ഇപ്പം തന്നെത്താനെ പോയി അങ്ങ് ഒരുങ്ങിക്കോളും. പിന്നെ സ്കൂളിലോട്ട് ഇറങ്ങാൻ സമയമായപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. ഈ കൊടുക്കുന്ന ആഹാരമാണെങ്കിൽ 8 മണിക്ക് കൊടുത്താൽ ആൾ 8:30 ആകും കഴിക്കാൻ. മഴയൊക്കെ പെയ്ത് തോർന്നതിന് ശേഷമാണ് സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ ഞാൻ നേരെ പോയി അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്നു. നേരെ പോയി ചോറ് വെക്കാനാണ് തുടങ്ങിയത്. അപ്പോഴത്തേക്കും ചേട്ടനാണെങ്കിൽ കുഞ്ഞിനെ വിട്ട് കഴിഞ്ഞിട്ട് വന്ന് നേരെ ആൾ പോയി തുണി അലക്കൽ. അത് നേരെ അങ്ങ് ചെയ്തോളൂ. തുണി അലക്കി കഴിഞ്ഞാൽ ഈ ഉള്ള വെയിലത്ത് തുണി ഉണക്കിയെടുക്കാമല്ലോ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കറി, കുറച്ച് ഇതൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു തീയലാക്കി. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് മോള് വരാൻ സമയമാകുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ഞങ്ങളെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങി. മോളെടുത്തത് മീറ്റായിരുന്നു. രണ്ടുപേരും അവരവർക്ക് ഇഷ്ടമുള്ളതെടുത്ത്. പിന്നെ എനിക്ക് കിട്ടിയതുകൊണ്ട് ഈ 2 സാധനം. എനിക്കങ്ങനെ പ്രത്യേക ഇഷ്ടങ്ങളൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും തൂത്തുവാരി അതിന് ശേഷം നാളത്തേക്കുള്ള മാവ് അരച്ച് വെച്ച് പിന്നെ നേരെ എൻ്റെ മാമൻ്റെ മോളുടെ അടുത്ത് പോയി. അവിടെ അടുത്ത് കുറേ സമയം വരുന്നു. അപ്പോൾ അവൾ എനിക്കൊരു ചോക്ലേറ്റ് തന്നു. പിന്നെ വൈകിട്ട് വന്ന് ചേട്ടനാണ് വിളക്ക് കത്തിക്കുന്നത്. ഇപ്പം ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് രാത്രിയിലത്തേക്ക് ചേട്ടന് ദോശയും എനിക്ക് ചോറും ആയിരുന്നു. ആ ചിക്കൻ കറി വെച്ച് ആ പാത്രത്തിലിട്ടാണ് ഞാൻ ചോറുന്നത്. ഒരാഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ തിന്നു. ചേട്ടൻ പിന്നെ ദോശയും ചിക്കൻ കറിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.